ഭാഷാ വിവാദത്തിന് പോരുമുറുകുന്നതിനിടെ ബജറ്റ് പ്രസംഗത്തിലും കേന്ദ്ര വിമർശനത്തിന് സാക്ഷ്യം വഹിച്ച തമിഴ്നാട് നിയമസഭ. ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ ത്രിഭാഷാ ഫോർമുലയെയും ഹിന്ദി അടിച്ചേൽപ്പിക്കലിനെയും ചൊല്ലിയുള്ള DMK BJP ഏറ്റുമുട്ടൽ തുടരുന്നതിനിടെയാണ് കേന്ദ്രത്തിനെതിരായ രൂക്ഷ പരാമർശങ്ങൾ തമിഴ്നാട് ധനമന്ത്രി തങ്ക തെന്നരസു നിയമസഭയിൽ ഉന്നയിച്ചത്. സംസ്ഥാന മദ്യവിൽപ്പന യൂണിറ്റിൽ 40,000 കോടി രൂപയുടെ അഴിമതി നടന്നതായി ആരോപണം ഉന്നയിക്കാൻ കഴിയില്ലെന്ന് അറിയിച്ചതിനെ തുടർന്ന് AIADMK സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. മറുഭാഗത്ത് BJP ബജറ്റ് സമ്മേളനം ബഹിഷ്കരിച്ചു. അതിനിടയിലാണ് കേന്ദ്രത്തെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടുള്ള പരാമർശങ്ങൾ ബജറ്റ് സമ്മേളനത്തിൽ അപ്രതീക്ഷിതമായി പ്രത്യക്ഷപ്പെട്ടത്. സമഗ്ര ശിക്ഷാ പദ്ധതിക്കായി തമിഴ്നാടിന് 2150 കോടി രൂപയുടെ ഫണ്ട് നൽകാതെ BJP നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ വഞ്ചിച്ചുവെന്ന് മന്ത്രി തങ്ക തെന്നരസു ആരോപിച്ചു. ദേശീയ വിദ്യാഭ്യാസ നയത്തോടുള്ള സംസ്ഥാനത്തിന്റെ എതിർപ്പ് പിൻവലിക്കുന്നതുവരെ കേന്ദ്ര സർക്കാർ ഫണ്ട് അനുവദിക്കാൻ വിസമ്മതിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. സമഗ്ര ശിക്ഷാ പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാർ ഫണ്ട് തടഞ്ഞുവെച്ചിട്ടും ഞങ്ങൾ ദ്വിഭാഷാ നയം ഉപേക്ഷിക്കില്ലെന്നാണ് ധനമന്ത്രി സഭയിൽ പറഞ്ഞത്. കേന്ദ്ര ഫണ്ട് തടഞ്ഞിട്ടും സംസ്ഥാന സർക്കാർ സ്വന്തം വിഭവങ്ങളിൽ നിന്ന് ഫണ്ട് അനുവദിക്കുകയും അധ്യാപകരുടെ ശമ്പളം അനുവദിക്കുന്നത് ഉറപ്പാക്കുകയും ചെയ്തുവെന്നും ധനമന്ത്രി ചൂണ്ടിക്കാട്ടി. ആഗോളതലത്തിൽ തമിഴ് ജനതയുടെ നേട്ടങ്ങളിൽ സംസ്ഥാനത്തിന്റെ ദ്വിഭാഷാ നയം നിർണായക പങ്കുവഹിച്ചിട്ടുണ്ടെന്നും ധനമന്ത്രി പറഞ്ഞു. തമിഴ്നാടിന്റെ പുരോഗതിക്ക് ഈ നയം ഗണ്യമായ സംഭാവന നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം ഊന്നി പറയുകയുണ്ടായി. കേന്ദ്രവുമായി വിഷയത്തിൽ കടുത്ത ഭിന്നത നിലനിൽക്കെയാണ് ധനമന്ത്രിയുടെ ഈ പ്രസ്താവന. ഹിന്ദി അടിച്ചേൽപ്പിക്കൽ വിഷയത്തിലും കേന്ദ്രത്തിന്റെ പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെയും കാര്യത്തിൽ തമിഴ്നാട് വിട്ടുവീഴ്ചയ്ക്ക് ഇല്ലെന്നതിന്റെ സൂചനയാണ് സഭയിലെ ഈ പരാമർശങ്ങൾ. പ്രത്യേകിച്ച് അടുത്ത വർഷം സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ DMK നേതൃത്വം നൽകുന്ന സർക്കാർ ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവില്ല എന്നും ഉറപ്പാണ്. അതിനിടെ ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ ക്ലാസിക്കൽ ഭാഷകളിലൊന്നായ തമിഴിന്റെ പൗരാണികതയെയും തുടർച്ചയെയും കുറിച്ച് യുവതലമുറയെ ബോധവൽക്കരിക്കുന്നതിനായി മധുരൈ വേൾഡ് തമിഴ് സംഘം ക്യാമ്പസിൽ അഖരം എന്ന പേരിൽ ഭാഷകളുടെ മ്യൂസിയം സ്ഥാപിക്കാനുള്ള പദ്ധതി ഉൾപ്പെടെ കഴിഞ്ഞ ദിവസത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. ഇതും കേന്ദ്രത്തിനുള്ള സന്ദേശമായാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം സ്കൂളുകളിൽ ഹിന്ദി ഭാഷ നിർബന്ധമായും പഠിപ്പിക്കണമെന്ന ദേശീയ വിദ്യാഭ്യാസ നയം സംബന്ധിച്ച വാക്പോരിൽ അണിനിരന്ന് കൂടുതൽ രാഷ്ട്രീയ നേതാക്കൾ രംഗത്ത് വന്നിരിക്കുകയാണ്. കേന്ദ്രം ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നുവെന്ന് ആരോപിക്കുന്ന തമിഴ്നാട് നേതാക്കൾക്കെതിരെ കടുത്ത വിമർശനവുമായി എത്തിയിരിക്കുന്നത് ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രി പവൻ കല്യാണാണ്. ഹിന്ദി ഭാഷയ്ക്കെതിരെയുള്ള തമിഴ്നാട് നേതാക്കളുടെ വാദങ്ങൾ കപടതയാണെന്ന് ആരോപിച്ച പവൻ കല്യാൺ ഹിന്ദിയെ എതിർക്കുന്നവർ തമിഴ് സിനിമകൾ ഹിന്ദിയിലേക്ക് മൊഴി മാറ്റി ലാഭം കൊയ്യുന്നത് എന്തിനാണെന്നും ചോദിച്ചു. ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ കേന്ദ്ര സർക്കാർ ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെയും മറ്റ് നേതാക്കളുടെയും ആരോപണങ്ങൾക്ക് മറുപടിയായാണ് ഉപമുഖ്യമന്ത്രി പവൻ കല്യാണിന്റെ ചോദ്യം. ഇന്ത്യയുടെ ഭാഷാ വൈവിധ്യത്തെ പരാമർശിച്ച കല്യാൺ രാജ്യത്തിന് 2 പ്രബല ഭാഷകളല്ല, തമിഴ് ഉൾപ്പെടെ എല്ലാ ഭാഷകളും അത്യാവശ്യമാണെന്ന് പറഞ്ഞു. ഇന്ത്യക്ക് തമിഴ് ഉൾപ്പെടെ ഒന്നിലധികം ഭാഷകൾ ആവശ്യമാണ്, അല്ലാതെ 2 എണ്ണം മാത്രമല്ല. നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡത നിലനിർത്താൻ മാത്രമല്ല, ജനങ്ങൾക്കിടയിൽ സ്നേഹവും ഐക്യവും വളർത്താനും ഭാഷാ വൈവിധ്യം അംഗീകരിക്കണമെന്നും കല്യാൺ കൂട്ടിച്ചേർത്തു. ഏതായാലും വിഷയത്തിൽ കേന്ദ്ര സർക്കാരും തമിഴ്നാടും തമ്മിലുള്ള പോര് രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. കമൽഹാസൻ ഉൾപ്പെടെയുള്ള നേതാക്കളും തമിഴ് ഭാഷയ്ക്കു വേണ്ടി രംഗത്ത് വന്നിരുന്നു. അതേസമയം എഞ്ചിനീയറിംഗും മെഡിസിനും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ തമിഴിൽ പഠിപ്പിക്കാൻ പറഞ്ഞതുകൊണ്ടാണ് സ്റ്റാലിനെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പരിഹസിച്ചത്.